തെളിവുകളില്ലാതെ ഇലക്ഷനെതിരെ പരാതിപ്പെടുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞതിനെതിരെ നേതാക്കൾ ഉൾപ്പെടെ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. പരാതിക്കാർ തന്നെ സാങ്കേതിക പ്രശ്നങ്ങൾ തെളിയിക്കണമെന്ന ഇലക്ഷൻ കമ്മീഷന്റെ നിലപാടിനെ അംഗീകരിക്കാനാവില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ തെറ്റു കണ്ടാൽ പരാതിപ്പെടാൻ പോലും സാധാരണക്കാർ തയ്യാറാകില്ലെന്നും വിമർശനം ഉയർന്നിട്ടുണ്ട്. ഇതോടെ ഇലക്ഷൻ കമ്മീഷനും കുരുക്കിലാവുകയാണ്. ഇന്ന് രാവിലെയാണ് ഇലക്ഷനെ കുറിച്ച് വെറുതെ ആരോപണങ്ങൾ ഉന്നയിച്ച് ഇലക്ഷൻ കമ്മീഷനെ വട്ടം ചുറ്റിക്കരുതെന്ന് കമ്മീഷൻ പറഞ്ഞത്. ഇങ്ങനെ ശക്തമായ നിലപാടിലേക്കാണ് കമ്മീഷൻ നീങ്ങിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിൽ ക്രമക്കേടുണ്ടെന്ന് ആരോപിക്കുന്ന വോട്ടർമാർ ഇക്കാര്യം തെളിയിക്കണമെന്നും പരാതി തെറ്റാണെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത്. പരാതി തെറ്റെന്ന് തെളിഞ്ഞാൽ വോട്ടർമാരെ പോലീസിൽ ഏൽപ്പിക്കുമെന്നും കമ്മീഷൻ താക്കീത് നൽകി. ഇതോടെയാണ് കമ്മീഷനെതിരെ സാധാരണക്കാർ മുതൽ നേതാക്കൾ വരെ രംഗത്തെത്തിയത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 117 വകുപ്പ് അനുസരിച്ചാണ് കേസെടുക്കുന്നത്. സമാന സംഭവത്തിൽ തിരുവനന്തപുരത്ത് ഒരാൾക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. തിരുവനന്തപുരം പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിലെ 151 ബൂത്തിലെ എബിൻ എന്ന വോട്ടർക്കെതിരെയാണ് കേസെടുത്തത്. താൻ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിക്കല്ല വോട്ട് തെളിഞ്ഞതെന്ന് ഇയാൾ ആരോപിച്ചിരുന്നു. തുടർന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തിയത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും പോളിംഗ് ഏജന്റുമാരുടെയും സാന്നിധ്യത്തിൽ ടെസ്റ്റ് വോട്ട് നടത്തിയിരുന്നു. എന്നാൽ ആരോപണം തെളിയിക്കാൻ ഇയാൾക്ക് കഴിഞ്ഞില്ല. ഇതോടെയാണ് ഇയാൾക്കെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. അതേസമയം സംസ്ഥാനത്ത് ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ ശക്തമായ പോളിംഗ് ആണ് ഇതുവരെ രേഖപ്പെടുത്തിയത്. രാവിലെ സമാനമായ ആരോപണങ്ങൾ തലസ്ഥാനത്തു നിന്നും ചേർത്തലയിൽ നിന്നും ഉണ്ടായിരുന്നു. തലസ്ഥാനത്ത് ശശി തരൂരിന് വോട്ട് ചെയ്യുമ്പോൾ അത് കുമ്മനത്തിനാണ് പോകുന്നതെന്ന ആരോപണം ശക്തമായിരുന്നു. എന്നാൽ ഇതിനു പിന്നാലെ കളക്ടർ വാസുകി ഈ ആരോപണങ്ങൾ തെറ്റാണെന്ന് ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു. ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് തെറ്റാണെന്നും ഇങ്ങനെ ഒരു സംഭവം തലസ്ഥാനത്ത് നടന്നിട്ടില്ലെന്നും വാസുകി വ്യക്തമാക്കി. പക്ഷേ സമാനമായ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നെന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ വരെ പ്രചരണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇതോടെയാണ് ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കരുതെന്ന് കാണിച്ച് ഇലക്ഷൻ കമ്മീഷൻ രംഗത്തെത്തിയത്. ഇത്തരം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമായി ഉന്നയിക്കുന്നവർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇതിനെതിരെ ശക്തമായ ഭാഷയിലാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആഞ്ഞടിച്ചത്. വോട്ടിംഗ് മെഷീനെ പറ്റി പരാതി പറയുന്നവർക്കെതിരെ കേസെടുക്കുമെന്ന മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ പ്രസ്താവനയ്ക്കെതിരെ അദ്ദേഹം വന്നു. കേസെടുക്കുന്നത് അംഗീകരിക്കാനാകില്ല. പരാതിക്കാർ തന്നെ സാങ്കേതിക പ്രശ്നം തെളിയിക്കണമെന്ന് പറയുന്നത് ശരിയല്ല. പരാതിക്കാരെ ക്രൂശിക്കരുതെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. രാവിലെ വോട്ടിംഗ് തുടങ്ങിയപ്പോൾ തന്നെ വോട്ടിംഗ് യന്ത്രങ്ങളിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണം ഉയർന്നെങ്കിലും ഇതെല്ലാം സാങ്കേതിക തകരാർ മാത്രമാണെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കുന്നത്. ഒരു സ്ഥാനാർത്ഥിക്ക് കുത്തുമ്പോൾ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വോട്ട് പോകുമെന്നത് അസാധ്യമാണെന്നും ഇക്കാര്യത്തിൽ പരിഭ്രാന്തി വേണ്ടെന്നും കമ്മീഷൻ വിശദീകരണം നൽകിയിരുന്നു. എന്നാൽ പിന്നീടും പരാതികൾ തുടർന്നതോടെയാണ് പരാതി ഉന്നയിക്കുന്നവർ തന്നെ ഇക്കാര്യം തെളിയിക്കണമെന്ന് വ്യക്തമാക്കിയത്. വോട്ടിംഗ് യന്ത്രങ്ങൾക്കെതിരെ പരാതികൾ ഇതിലൂടെ തടയാമെന്നാണ് കമ്മീഷൻ കരുതുന്നത്. എന്നാൽ വോട്ടിംഗ് യന്ത്രങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന സത്യസന്ധമായ പരാതികൾ പോലും ഇനി ഉന്നയിക്കാൻ വോട്ടർമാർ മടിക്കുമെന്ന ആശങ്ക രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. അതേസമയം സംസ്ഥാനത്ത് വോട്ടിംഗ് യന്ത്രങ്ങളിൽ വ്യാപക തകരാർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ വിശദീകരണവുമായും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറും രംഗത്തെത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് കനത്ത മഴയും ഇടിമിന്നലും ഉണ്ടായത് മൂലം വോട്ടിംഗ് യന്ത്രങ്ങളിൽ ഈർപ്പമുണ്ടായി. ഇതാണ് ചിലയിടങ്ങളിൽ വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് തകരാർ സംഭവിക്കാൻ കാരണമായതെന്നും യന്ത്രങ്ങളിലുണ്ടായ തകരാറ് സ്വാഭാവികമാണെന്നും ടിക്കാറാം മീണ പറയുന്നു. അതേസമയം വോട്ടിംഗ് യന്ത്രങ്ങളിലുണ്ടായ തകരാർ അതാത് ജില്ലാ കളക്ടർമാർ പരിശോധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. വളരെ സെൻസിറ്റീവായ യന്ത്രത്തിൽ ചില തകരാറുകൾ സംഭവിച്ചേക്കാം. ഇത് അതത് റിട്ടേണിംഗ് ഓഫീസർമാർ പരിഹരിക്കുന്നുണ്ട്. എന്നാൽ വ്യാപകമായ തകരാറുകൾ ഉണ്ടെന്ന ആരോപണം തെറ്റാണെന്നും ചില സ്ഥലങ്ങളിൽ വോട്ടിംഗ് യന്ത്രത്തിൽ തകരാറുണ്ടാകുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണെന്നും അദ്ദേഹം പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.